വോട്ട് ചെയ്തോ? വോട്ട് ചെയ്യാൻ പോകുന്നു. വോട്ട് ചെയ്യാൻ പോന്നു. ആർക്കാ വോട്ട് ചെയ്യുന്നേ? അതൊന്നും പറയാൻ പറ്റില്ല. ജയിക്കാൻ പോണ IB ഇടറാണ്. ഞാൻ IB-നാണ് ജയിക്കാൻ പോണേ. IB ഇടാൻ ജയിക്കുള്ളൂ. ഞാൻ ജയിക്കുമ്പോൾ പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. മറ്റേ കമ്മ്യൂണിസ്റ്റ് അല്ല, പഴയതാണ്. ജയിക്കാൻ പോണ IB തന്നെയാണ്, സംശയമില്ല. IBക്ക് പുതിയ യൂത്തിന്റെ സപ്പോർട്ട് ഉണ്ട്, ഫാമിലി സപ്പോർട്ട്, ജനങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ട്. കാരണം ലാറ്റിൻ ക്രിസ്ത്യൻസിന്റെ സ്ഥലമാണല്ലോ പുള്ളിയുടെ സപ്പോർട്ട്. പിന്നെ നമ്മൾ ഒരുപാട് സെലിബ്രിറ്റീസ് പോലെ ദുൽഖറുടെ പുള്ളിയൊപ്പം പഠിച്ച ആളാണ്. പുള്ളിക്ക് ഇപ്പോഴത്തെ ജനറേഷന്റെ പലിശകൾ അറിയാം. എന്തായാലും പുള്ളി തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മളെ IB-യുടെ ഇവിടുത്തെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു? ആറാട്ടിന്റെ പേഴ്സണല് നമ്മുടെ ഈ മണ്ഡലത്തില് എങ്ങനെ ഉണ്ടായിരുന്നു? കാണാൻ ചെയ്യുന്നുണ്ട്. നല്ല ട്രാക്ക് റെക്കോർഡുള്ള ആളാണ്. ഈ പാലാ സ്ഥലത്ത് മാണിക്ക് ഉണ്ടായിരുന്നില്ലേ, മനസ്സറിനാണ്. അതുപോലെ ഇത് പുള്ളിക്കുള്ളതാണ്. ഓക്കെ, ഷൈൻ ടീച്ചർ പ്രാവശ്യം ഷൈൻ ടീച്ചർ നല്ലതാണ്, നല്ല ആൾക്കാർ. പിന്നെ മറ്റേ BJP ചാൻസലറോ എഡ്യൂക്കേറ്ററൊക്കെയാണ്. പറഞ്ഞ കാര്യമില്ലല്ലോ. ഇവിടെ പുള്ളിയുടെ സ്ഥലമാണ്. പുള്ളിയുടെ ഫാദർ ജോർജ് എഴുതൻ പുള്ളിയുടെ സ്ഥലമാണ്. പുള്ളിയുടെ കോട്ടയ്ക്കാണ് നമ്മള് മറ്റേ മാണിസാറിന്റെ പോലെ. പുള്ളി യൂത്തിന്റെയും എല്ലാത്തിന്റെയും പലിശ മനസ്സിലാക്കുന്നു. ട്രാക്ക് റെക്കോർഡ് നല്ലതാണ്. ഓക്കെ, ഇപ്പൊ ഞാനൊരു വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ആറാട്ടനോട് ഒരു പാർട്ടി മത്സരിക്കാനായിട്ട് മത്സരിക്കാൻ ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മലപ്പുറത്ത് ഞാൻ നിൽക്കാൻ ജയിക്കുമെന്ന് ഉറപ്പാണ്. അതുപോലെ സപ്പോർട്ടാണ്. മലപ്പുറം അങ്ങോട്ടുള്ള സ്ഥലം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർ ശുദ്ധ മനസ്കരാണ്. നല്ല മനുഷ്യർക്ക് എന്നെ ഇഷ്ടമാണ്. ഇവിടുത്തെ ചില ആൾക്കാരാണ്, ചെക്കന്മാരാണ് നമ്മളെ കളിയാക്കുന്നത്. ഓക്കെ, ഇനിയിപ്പൊ അങ്ങനെ മലപ്പുറത്ത് ഞാൻ നിന്നെ ജയിക്കുന്ന ഉറപ്പാണ്. ഓക്കെ, ഇനി അങ്ങനെ ജയിച്ചു കഴിഞ്ഞാല് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ഒരു കാര്യം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിപ്ലവകരമായ മാറ്റം വിദ്യാഭ്യാസത്തിന്റെ സിസ്റ്റം ശരിയല്ല. അതാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇവിടെ വെറുതെ ഈ മാർക്ക് മാത്രം നോക്കുന്ന സിസ്റ്റമാണ്. അല്ല കളഞ്ഞ ഇപ്പത്തെ ഭയങ്കര പഠിപ്പിച്ച പിള്ളേർക്കല്ല, പഠിപ്പിച്ചില്ലായിരുന്നു. അവരുടെ പിള്ളേർക്ക് ഒരു മാനസിക വളർച്ചയില്ല. അപ്പൊ പിന്നെ ബുദ്ധിക്കാണ് പോലെ ബുദ്ധിയുടെ ഒപ്പം തന്നെ നല്ലൊരു മനസ്സുമാണ്. നല്ല മനസ്സിലാത്ത ബുദ്ധിയുടെ കാര്യം. ഇത് വളരെ ചുരുക്കം ആൾക്കാരാണ് അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ഫീൽഡിലെത്തുന്നത്. ഇപ്പൊ റഷ്യയിലെ പണ്ട് എല്ലാവരും വരും. ഇവിടെ ഇപ്പൊ ഒരു മോഡലാണ്, ഒരു ടെൻഡുൽക്കർ ഭാഗ്യത്തിന് വന്നാണ്. മിക്ക ആൾക്കാരും അവർക്ക് പറ്റി ഫീൽഡിലെത്തുന്നില്ല. ഒരു ആപ്റ്റിറ്റ്യൂഡ് ഓറിയന്റഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കുന്ന ആഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ കുറെ ആൾക്കാരുടെ അല്ലെങ്കിൽ വരും. അപ്പൊ അവരെ ജോലി എൻജോയ് ചെയ്യും, സമൂഹത്തിൽ പ്രൊഡക്ടിവിറ്റി കൂടും. ഇവിടെ ഇപ്പൊ ചില ലക്കിനാണ് വിട്ടു പോകണം ആ ഫീൽഡിലെത്തണം. അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കണോ കുറച്ചൊരു മാനസിക വളർച്ചയും അങ്ങനെ. വെറുതെ ഈ മാർക്ക് മാത്രം നോക്കിയിട്ട് കാര്യം മാർക്കധിഷ്ഠിതമായിട്ടുള്ള വിജയമല്ല കൊണ്ട് മാത്രം കാര്യമില്ല. കുറച്ച് മാനസിക വളർച്ചയും എല്ലാം വേണം. പിന്നെ ബുദ്ധി മാത്രമല്ല, നല്ല മനസ്സിലും ബുദ്ധിക്കാണ്ട് ബുദ്ധിയുടെ ഒപ്പം നല്ല ഹൃദയമാണ്. അങ്ങനെ നല്ല ആൾക്കാരെ മാറ്റും, നല്ല മനുഷ്യനെ മാറും. ബുദ്ധി മാത്രമാക്കിയ ആൾക്കാരൊന്നും നല്ല മനുഷ്യരല്ല. അത് വളരെ സങ്കുചിത മനസ്സ് മറ്റേക്കാം. കുറച്ചൊരു വിശാലമായ അപ്രോച്ച് ഉണ്ട്. അത് വിദ്യാഭ്യാസം ശരിയാക്കാൻ തന്നെ ഇവിടുത്തെ എല്ലാ വളരെ സോൾവാണ്. കാരണം വിദ്യാഭ്യാസം ശരിയല്ല. അപ്പൊ ആറാട്ടണം കാണുന്ന ഒരു കിനാശ്ശേരി ഇവിടെ സംഭവിക്കട്ടെ. ഓക്കെ, താങ്ക് യു.